ഗുരുവും ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആഘോഷത്തിമിർപ്പിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഭഗവാന്റെ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഗൗരി നന്ദനം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി നമ്മൾക്ക് പഠിച്ചവസാനിപ്പിക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയാത്ത വിധത്തിൽ അനന്തമാണ് ആ ഈശ്വര ചൈതന്യം. ഭഗവാന്റെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ കഥാപ്രസംഗത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരുദേവൻ. അരുവി കളകളം പാടി പുണരുന്ന അരുവി പുറത്തെ മണപരപ്പിൽ, അരുവി കളകള പാടി പുണരുന്ന അരുവി പുറത്തെ മണപരപ്പിൽ, കളകളം പാടി ഒഴുകുന്ന നെയ്യാറിന്റെ തീരത്ത് അതിമനോഹരമായ ഒരു പ്രദേശം. കൊച്ചു കൊച്ചു പാറകളും മണൽത്തിട്ടകളും കൊണ്ട് നിറഞ്ഞ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശം. അതാണ് ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം. ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു ശിവരാത്രി, നദിയുടെ ഇരുകരകളിലുമുള്ള മണൽത്തിട്ടകളിൽ 1000 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അരുവിപ്പുറത്ത് ഇന്ന് ഉത്സവമാണ്. നേരം പാതിര കഴിഞ്ഞു. നദിയുടെ അരികുകളിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നും തൊഴുകൈകളുമായി ഒരു യുവാവ് പുറത്തേക്കിറങ്ങി. കത്തിച്ചു പിടിച്ച ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ ആ യുവാവിന്റെ തേജസ്സാർന്ന മുഖം മറ്റുള്ളവർ വ്യക്തമായി കണ്ടു. ആളുകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ദാ വരുന്നു നാണുഗുരുസ്വാമി. 33 വയസ്സുള്ള കോമളനായ ഗുരുസ്വാമി. പ്രധാന ശിഷ്യൻ വിളക്കു തെളിയിച്ചുകൊണ്ട് മുൻപേ നടന്നു. പിറകെ ഗുരുസ്വാമിയും. നദിയുടെ കിഴക്ക് ഭാഗത്തായി ഒരു പാറയെ പീഠമാക്കി സങ്കല്പിച്ച് പൂജാസാധനങ്ങൾ ഒരുക്കി വെച്ചു. ഗുരുദേവൻ സ്നാനത്തിനായി പുഴയിലേക്ക് ഇറങ്ങി. പതിവായി ഇറങ്ങുന്ന സ്ഥലത്തല്ല അന്ന് സ്വാമി ഇറങ്ങിയത്. ഏറ്റവും വലിയ ആഴമുള്ള ഒരു കയത്തിലേക്കാണ് അന്ന് സ്വാമി ഇറങ്ങിയത്. ശിഷ്യന്മാരുടെ തടസ്സങ്ങൾ ഒന്നും അദ്ദേഹം വകവെച്ചില്ല. ഭക്തന്മാർ സങ്കീർത്തനങ്ങൾ ഉച്ചത്തിൽ ആലപിച്ചു. സമയം അതിക്രമിച്ചിരിക്കുന്നു. ജലത്തിലേക്ക് ഇറങ്ങിയ സ്വാമികൾ ഉയർന്നു വരുന്നില്ല. വിവരമറിഞ്ഞ് പലരും മാറത്ത് കൈവച്ചു പോയി. ഒരു വാക്ക് ഉരിയാടാൻ ആർക്കും നാവ് പൊങ്ങുന്നില്ല. അപ്പോൾ കാണാം, വലതു കൈയിൽ ഒരു ശിലാഖണ്ഡം ഉയർത്തിപ്പിടിച്ചും ഇടത് പായൽ പാറയിൽ ഊന്നിക്കുത്തിയും സ്വാമി പ്രത്യക്ഷപ്പെടുന്നു. നദിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഗുരുദേവന്റെ മുഖത്തേക്ക് നോക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അത്രയ്ക്ക് ആയിരുന്നു ആ മുഖത്തെ തേജസ്. കണ്ണുകളിലെ തേജസ്സിനെ വിവരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആർക്കും ആ സമയത്ത്. കറുത്ത പരന്ന ആ പാറപ്പുറത്ത് ആ ശിലാഖണ്ഡം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവിടെ ഭഗവാൻ ഇങ്ങനെ എഴുതി വെച്ചു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. കാനനച്ചോലയിൽ കറുത്ത പാറയിൽ കാണുന്നു ദിവ്യമാം ദൈവഭാവം. കൈവല്യരൂപനാം കന്മഷഹാരനാം കൈലാസവാസന്റെ കാന്തിപൂരം. കാനനച്ചോലയിൽ കറുത്ത പാറയിൽ കാണുന്നു ദീപ്തമാം ദൈവഭാവം. കൈവല്യരൂപനാം കന്മഷഹാരനാം കൈലാസവാസന്റെ കാന്തിപൂരം. ഈശ്വരനെ ആരാധിക്കാനും ക്ഷേത്രത്തിൽ കയറാനും അനുവാദമില്ലാതിരുന്ന ഒരു ജനസമൂഹത്തിന് ഈശ്വരനെ പ്രതിഷ്ഠിച്ചു കൊടുത്ത ആ വിശ്വഗുരുവിൻ്റെ പാവന ചരണങ്ങളിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ. 1.5 നൂറ്റാണ്ടിന് മുമ്പുള്ള തിരുവിതാംകൂർ.
കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ വടക്കോട്ട് മാറി മനോഹരമായ ഒരു ഗ്രാമത്തിൽ ചെല്ലാം. അതാണ് ചെമ്പഴന്തി. ചെമ്പഴന്തി എന്ന നാട്ടിൻ പുറത്തൊരു ചന്തം തുളുമ്പുന്ന കോവിലുണ്ട്. കോവിലിൻ ചാരത്ത് അവയവാരത്ത് ഉലയാൽ മേഞ്ഞൊരു ഗ്രഹമുണ്ട്. ചെമ്പഴന്തി എന്ന നാട്ടിൻ പുറത്തൊരു ഓലയാൽ മേഞ്ഞൊരു ഗ്രഹമുണ്ട്. പേര് പോലെ തന്നെ പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് ചെമ്പഴന്തി. ഈ ഗ്രാമത്തിലെ പുരാതന ക്ഷേത്രത്തിന്റെ സമീപത്തായി ഒരു കൊച്ച ഓലപ്പുര. അതാണ് വയൽവാരത്തു വീട്. ഈ വയൽവാരത്ത് വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ കഥാപുരുഷൻ ജനിച്ചത്. കൊല്ലവർഷം 1030 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് സ്വാമികളുടെ ജനനം. ഇവിടെ കുട്ടിയമ്മയ്ക്ക് സന്താനങ്ങൾ 4 3 പെണ്ണും 1 ആണും. ആ ആൺതരിയാണ് സ്വാമികൾ. സ്വാമിയുടെ കുടുംബം അക്കാലത്ത് വിദ്യാഭ്യാസപരമായി ഉയർന്നതായിരുന്നു. വല്യമ്മാവനായ കൃഷ്ണൻ വൈദ്യർ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. സ്വാമികൾക്ക് നാമകരണം ചെയ്തു നാരായണൻ. എങ്കിലും എല്ലാവരും ഓമന പേരായി വിളിച്ചത് നാണു എന്നായിരുന്നു. കൊച്ചു നാണുവിന്റെ വിദ്യാരംഗം കുറിച്ചത് കണ്ണംകര നാരായണപിള്ള ആയിരുന്നു. ജ്യോതിഷ്യ പണ്ഡിതനായ നാരായണപിള്ള നാണുവിനെ ഇരുത്തിയിരുത്തിയപ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കുമാരൻ വളർന്നു വരുമ്പോൾ ലോകാരാധ്യനായി ഒരു മഹാനായി തീരും. പക്ഷേ വീട്ടുകാർക്ക് ഉപകാരിക്കില്ല. 26 വയസ്സുവരെ വീട്ടുകാർക്ക് സ്വന്തമായി കിട്ടുകയുള്ളൂ. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നാണുവിന്റെ ശൈശവം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ഗണപതി പൂജയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സാധനങ്ങൾ ആദ്യം തന്നെ ഭക്ഷിക്കുക, തീണ്ടലുള്ളവരെ തൊടുക എന്നിങ്ങനെ. പക്ഷേ ഇതെല്ലാം നാണുവിന്റെ വികൃതികളായി എല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്നാൽ അന്ന് സമൂഹത്തിൽ നിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അസമത്വങ്ങളെയും നീക്കം ചെയ്യുന്നതിനായുള്ള ആദ്യ പടനീക്കമായിരുന്നു അത്. കുട്ടിക്കാലത്ത് തന്നെ സ്വാമികൾ വളരെ ദയാലുവായിരുന്നു. ആരും ആരെയും ഉപദ്രവിക്കുന്നത് ആ ബാലന് സഹിക്കുമായിരുന്നില്ല. സ്നേഹവും ജീവകാരുണ്യവും ആ കൊച്ചു ബാലനിൽ നിന്നിരുന്നു. ഏതൊരു ദുഃഖവും തൻ ദുഃഖമാണെന്ന് ആ കൊച്ചു പൈതൽ നനച്ചിരുന്നു. ഏതൊരു ദുഃഖവും തൻ ദുഃഖമാണെന്ന് ആ കൊച്ചു പൈതൽ നനച്ചിരുന്നു. സ്നേഹവും ജീവകാരുണ്യവും ആ കൊച്ചു ബാലനിൽ നിന്നിരുന്നു. ചെമ്പഴന്തിയിലും കായംകുളത്തിനടുത്തും വാരണപ്പള്ളിയിലുമായിരുന്നു വിദ്യാഭ്യാസം. സംസ്കൃതം, തമിഴ് അങ്ങനെ എല്ലാ തരത്തിലും നല്ല അറിവ് നേടി. ആ കാലത്ത് അദ്ദേഹം നാണു ആശാൻ എന്നറിയപ്പെട്ടു. നാളുകൾ ഏറെ കഴിഞ്ഞു. കാഷായ വേഷവും ധരിച്ചുകൊണ്ടെത്രയോ ആഷാഢ സന്ധ്യകൾ പോയി. വസരങ്ങൾ നീങ്ങി ധ്യാനവും പൂജയും ഈശ്വര ചൈതന്യമായി. വാസരങ്ങൾ നീങ്ങി ധ്യാനവും പൂജയും ഈശ്വര ചിന്തയുമായി. കാഷായ വേഷം ധരിച്ചുകൊണ്ടെത്രയോ ആഷാഢ സന്ധ്യകൾ പോയി. നാളുകൾ കഴിയും തോറും സ്വാമികൾ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈശ്വരധാനത്തിൽ മാത്രം മനസ്സുറപ്പിച്ചു. അങ്ങനെ ചെമ്പഴന്തിയിൽ നിന്നും മാറി മാറി മറ്റ് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നീട് സ്വാമികൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് മാതാവിന്റെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം സ്വാമികൾ വയൽവാരം വീടിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു.
പിന്നീട് തൈക്കാട്ടുള്ള അയ്യാവു എന്ന ഗുരുവിന്റെ കളരിയിൽ ചട്ടമ്പി സ്വാമികളും ഗുരുസ്വാമികളും ഒന്നിച്ചായിരുന്നു. കളരിമുറകൾ പഠിച്ചത് അവർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അയ്യാവു സ്വാമിയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും തപസ്സിനായി മരുത്വാമലയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് സ്വാമി തൃപ്പാദങ്ങളും ചട്ടമ്പി സ്വാമികളും രണ്ടും വഴക്കായി പിരിഞ്ഞു. ഗുരുസ്വാമികൾ കാടുകൾ തോറും അലഞ്ഞു നടന്നു. പച്ചിലകളും കായിനങ്ങളും കാട്ടുകിഴങ്ങുകളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ നടന്നു. ഒടുവിൽ സംഖ്യപർവ്വതത്തിന്റെ താഴ്വരയിൽ അദ്ദേഹം ചെന്നു ചേർന്നു. ഇവിടെയാണ് ഔഷധ ചെടികളുടെ കലവറ എന്നറിയപ്പെടുന്ന മരുത്വാമല. ഈ മരുത്വാമലയുടെ കൊടുമുടിയിൽ പിള്ളത്തടം എന്നൊരു ഗുഹയുണ്ട്. ഈ ഗുഹയിലിരുന്നാണ് ഗുരുസ്വാമി തപസ് ചെയ്യുന്നത്. ഇനിയും നാം ചെന്നു നിൽക്കുന്നത് അരുവിപ്പുറത്താണ്. നെയ്യാറിൻ കുഞ്ഞലകൾ കൈനീട്ടിപ്പുണരുന്ന നിർമ്മല ശാന്തത കളിയാടുന്നു. നന്മകൾ നിറയുന്ന മണ്ണിൽ വന്നമരുന്നു പുണ്യ ചൈതന്യമാം കർമ്മയോഗി. നന്മകൾ നിറയുന്ന മണ്ണിൽ വന്നമരുന്നു പുണ്യ ചൈതന്യനാം കർമ്മയോഗി. അന്ന് പിന്നോക്കം നിന്നിരുന്ന ഈശ്വരാരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു കൂട്ടം മനുഷ്യർ സ്വാമിയോട് ചോദിച്ചു, സ്വാമി, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവം കൈവിട്ടതെന്തേ ഞങ്ങളെ മാത്രം? ജാതിയ താണവർക്കാരാധിക്കാൻ ഭൂമിയിലെങ്ങാനം കോവിലുണ്ടോ? ജാതിയിൽ താണവർക്കാരാധിക്കാൻ ഭൂമിയിലെങ്ങാനം കോവിലുണ്ടോ? ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവം കൈവിട്ടതെന്തേ ഞങ്ങളെ മാത്രം? ക്ഷേത്രങ്ങളും കോവിലുകളും പണിയിക്കാൻ താണജാതിക്കാർ വേണം. പണി പൂർത്തിയായാൽ പിന്നീട് ക്ഷേത്രത്തിന് പ്രവേശനമില്ല. പിന്നെ ദൈവത്തിന്റെ അവകാശികൾ തമ്പുരാന്മാർ ആണ്. അങ്ങനെ ഭക്തന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാമികൾ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അരുവിപ്പുറം ജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി തീരുകയും ചെയ്തു. ഇതറിഞ്ഞ തമ്പുരാക്കന്മാർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് സ്വാമിയുടെ നേരെ പടപ്പുറപ്പാട് ഒരുക്കി. ജാതിയില്ലേ തൊട്ടു തീണ്ടലില്ലേ, ദേവന്റെ അപ്രീതി മുഖ്യമല്ലേ. ജാതിയില്ലേ തൊട്ടു തീണ്ടലില്ലേ, ദേവന്റെ അപ്രീതി മുഖ്യമല്ലേ. ഹീനന മാനവൻ തൊട്ടുപോയാൽ പാവനത്വം നഷ്ടമാകയില്ലേ. ഹീനന മാനവൻ തൊട്ടുപോയാൽ പാവനത്വം മുഖ്യമൻ നഷ്ടമാവുകയില്ലേ. ഓടിക്കൂടിയ മേലാളന്മാരോട് ഗുരുസ്വാമി മന്ദഹാസത്തോടെ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ പ്രതിഷ്ഠിച്ചത് നിങ്ങളുടെ ശിവനെയല്ല. നിങ്ങളുടെ ശിവനായിരുന്നു എങ്കിൽ പൂണോല് കാണുമായിരുന്നു, ഇല്ലേ? ഇത് ഞങ്ങളുടെ ശിവനാണ് എന്ന്. പിന്നീട് അദ്ദേഹം കേരളത്തിന്റെ പല പ്രദേശത്തായി 32 പ്രതിഷ്ഠകൾ നടത്തി. പ്രതിഷ്ഠ നടത്തിയ കൂട്ടത്തിൽ ഭഗവാൻ ഒരു കണ്ണാടിയും ലോകത്തകിടും പ്രതിഷ്ഠിച്ചു. സത്യം, ദയ, സ്നേഹം എന്നെഴുതിയ ഒരു ലോകത്തകിടും. അവന്റെ ഉള്ളിൽ ആണ് ദൈവം എന്നറിയിക്കാൻ കണ്ണാടി ഭഗവാൻ പ്രതിഷ്ഠിച്ചു തന്നു. മാനവർക്ക് ജാതിഭേദമില്ലാതെ ആരാധിക്കാൻ ക്ഷേത്രങ്ങളായപ്പോൾ സ്വാമി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാം എന്ന്. അതിനായി ഭഗവാൻ നിയോഗിച്ചത് തന്റെ ആത്മശിഷ്യനായ കുമാരനാശാനെ ആയിരുന്നു. കൊല്ലവർഷം 1078, 1903 ജനുവരിയിലെ ഒരു സന്ധ്യാനേരം. അരിപ്പുറത്തെ ക്ഷേത്രമുറ്റത്ത് സ്വാമികൾ ഇരിക്കുന്നു. അരികിലായി ശിഷ്യന്മാരും കൂടെ കുമാരനാശാനുമുണ്ട്. കുമാരനാശാൻ എഴുന്നേറ്റ് പറഞ്ഞു, സമൂഹത്തിലെ അഗസ്തിത മാർഗത്തിൽ നിന്ന്
ഉന്നതത്തിലേക്ക് എത്താൻ ഒരു സംഘടന രൂപം നൽകുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആശാൻ ആ പേര് ചുരുക്കി ഒന്നും കൂടി SNDP എന്നാക്കി. അന്ധകാരത്തിനെതിരെ, അടിമത്വത്തിനെതിരെ അഗസ്തിതനൊരു പൊരുതാൻ, അഗസ്തിതൻ ഇന്നൊരു പടവാൾ കിട്ടി. SNDP യോഗം, SNDP യോഗം, SNDP യോഗം. കൊല്ലവർഷം 1079 ഒരു മധ്യാഹ്നം വർക്കലക്കുന്നിലെ വടക്കേ ഭാഗത്തുള്ള ഒരു കർഷകന്റെ വീടിനടുത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പ്ലാവിൻ ചുവട്ടിൽ ഗുരുദേവൻ വിശ്രമിച്ചിരിക്കുന്നു. ആ പ്രദേശം ഗുരുവിന് വല്ലാതെ ആകർഷിച്ചു. ആ പ്രകൃതി സുന്ദരമായ പ്രദേശത്ത് കുറെ കാലം വിശ്രമിക്കുന്നതിനായി ഗുരു ഒരു കുടിൽ കെട്ടി. പിന്നീട് സർക്കാരിൽ നിന്നും പതിച്ചു കിട്ടിയതും ഭക്തന്മാർ നൽകിയതും കിട്ടിയ ആ സ്ഥലത്തിന് സ്വാമി നാമകരണം നടത്തി ശിവഗിരി. അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു, ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു. ഈ ശിവഗിരിയാണ് പിന്നീട് ഭഗവാന്റെ ആവാസ കേന്ദ്രമായതും അനേകം ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ തീർത്ഥാടന കേന്ദ്രമായതും. പിന്നീട് സ്വാമി ആലുവയിൽ സ്ഥലം വാങ്ങി അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഭഗവാൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മന്ത്രം മുഴക്കിയത്. ഗുരുദേവൻ വെറുതെ അങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത്, ജീവിതത്തിൽ പകർത്തി കാണിക്കുകയും ചെയ്തു. പുതിയ കുടിലിൽ നിന്നും ആഹാരം കഴിക്കുക മാത്രമല്ല, അവരുടെ ഉന്നമനത്തിനായി അവർക്ക് നേതൃത്വം, അവരുടെ മൊത്തം നേതൃത്വം ഏറ്റെടുത്തു. ഹരിജന ബാലൻ വരെ ഗുരുദേവൻ ഏറ്റെടുത്തു. അതായത് ഹരിജന ബാലന്മാർ, അവർക്ക് ആ സമൂഹത്തിൽ ഒട്ടും ഉന്നമനമില്ലായിരുന്നു. അവരെ ഗുരുദേവൻ ദത്തെടുത്തു. അവർക്ക് വേണ്ടി പഠനങ്ങൾ കഴിപ്പിച്ചു. അവരെ പ്രാർത്ഥിക്കാനായി ഗുരുദേവൻ എഴുതി കൊടുത്തു. പ്രസിദ്ധമായ ദൈവദശകം ആ ബാലന്മാരുടെ ഹൃദയത്തിൽ മുഴങ്ങി. അവർക്ക് വേണ്ടി ഗുരുദേവൻ രചിച്ചതാണ് ദൈവദശകം. ദൈവമേ കാത്തുകൊൾക്കങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാഭികൻ നീ ഭവാപ്തിക്കൂ രാവിവൻ തോണി നിൻപദം. കൂടാതെ ഒരുപാട് കൃതികൾ നമ്മൾക്കായി ഗുരുദേവൻ രചിച്ചു തന്നു. എല്ലാ മതവും ഒന്നാണെന്നും എല്ലാവരും സഹോദരന്മാരെ പോലെ എല്ലാവരും സമത്വത്തോടെ കഴിയണമെന്നും ഭഗവാൻ നമ്മൾക്ക് കാട്ടിത്തന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം. വേനലിൽ ചൂട് പിടിച്ച ഉച്ചനേരത്ത് ക്ഷേത്രമുറ്റത്തെ പന്തലിൽ നിന്നും കൈത്താളത്തിന്റെ അകമ്പടിയോടെ ഇതാ ഒരു സംഘഗാനം ഉണരുന്നു. നൂലിട്ട ജാതിക്കു മാത്രം വെച്ചു പൂജിക്കാനല്ല ഈ ക്ഷേത്രം, നൂലിട്ട ജാതിക്കു മാത്രം വെച്ചു പൂജിക്കാനല്ല ഈ ക്ഷേത്രം. അമ്പലം മേലാന്റെ അച്ചി വീടല്ല, തമ്പുരാൻ മേലാന്റെ സ്വന്തമല്ല. നൂലിട്ട ജാതിക്കു മാത്രം വെച്ചു പൂജിക്കാനല്ല ഈ ക്ഷേത്രം. എല്ലാ ജാതിക്കാർക്കുമായി അമ്പലം തുറന്നു തരുന്നതിനായി അവിടെ സത്യാഗ്രഹം നടക്കുകയാണ്. നേതൃത്വം നൽകുന്നത് ദേശാഭിമാനി TK മാധവൻ. അവിടെ എത്തിയ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കോവിൽ മാനവർക്കായി തുറന്നു കൊടുത്തു. 1100 കന്നിമാസത്തിലെ വിജയദശമി നാളിൽ സ്വാമിയുടെ 69ാം പിറന്നാളിൽ സ്വാമി ശ്രീമദ് ബോധാനന്ദ സ്വാമികളെ തന്നെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനും ബുദ്ധനും യേശുക്രിസ്തുവും നബിയും എല്ലാം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുള്ളവരാണ്. സ്വാമികൾ തൻ്റെ കൃതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മരണം അതൊന്നു മാത്രമാണ് പ്രപഞ്ചത്തിൽ നിത്യമായ സത്യം എന്ന്. അതിനെ കീഴടക്കാൻ ആർക്കും കഴിയില്ല. ലോകഗുരുവായ സ്വാമി തൃപ്പാദങ്ങൾ രോഗശയ്യയിലേക്ക് വഴുതി വീണു. 1104 കന്നിമാസം 5-ാം ദിവസം സൂര്യൻ ഉദിച്ചു പൊങ്ങി ശിവഗിരിക്കുന്നിന്റെ മുകളിലെത്തി.
തീരെ അവശനായ ഗുരുവിൻ്റെ ചുറ്റിനും നിന്ന് ശിഷ്യന്മാർ ദൈവദശകം ചൊല്ലുന്നു. ആഴമേറും നിന്മഹസാൽ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഭഗവാന്റെ ആ വരികൾ നിന്നു തിളങ്ങി. പിന്നെ അത് പതിയെ അടഞ്ഞു. അഹിംസ മാത്രം കാട്ടിത്തന്ന ആ മഹാപരമഗുരു മഹാസമാധിയിൽ വിലയം പ്രാപിച്ചു. ആകാശജാലകം തുറന്നു അവിടുത്തെ ദേഹി പറഞ്ഞു മറഞ്ഞു. ശ്രീനാരായണ തൃപാദങ്ങൾ മഹാസമാധിയിലലിഞ്ഞു മഹാസമാധിയിലലിഞ്ഞു. ആകാശജാലകം തുറന്നു അവിടുത്തെ ദേഹി പറന്നു മറഞ്ഞു. ശ്രീനാരായണ തൃപാദങ്ങൾ മഹാസമാധിയിലലിഞ്ഞു മഹാസമാധിയിലലിഞ്ഞു. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.